ഹലോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കുണ്ടല്ലോ അലമാരി നീറ്റാക്കുക എന്നുള്ളതാണ്. എനിക്ക് OCD ഒന്നുമില്ല, പക്ഷേ എനിക്ക് അലമാരി എപ്പോഴും നീറ്റായിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. അതായത് ഈ നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഒരു തവണ ഇട്ടു, 2 തവണ ഇട്ടു, അങ്ങനെ ഒരു കുഞ്ഞു കുട്ടി അവരുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇട്ടിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്യല്ല ചെയ്യുന്നത്. 2-3 തവണ ഇട്ടിട്ടാണല്ലോ വാഷ് ചെയ്യുക. അതാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. പപ്പയുടെ ഉണ്ട്, എൻ്റെ ഉണ്ട്, കിച്ചുൻ്റെ ഉണ്ട്. ബാക്കി സാരി ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് എന്നോ അലങ്കോലപ്പെട്ടിരിക്കുന്നതാണ്. സാരിയിൽ തൊട്ടാൽ പിന്നെ മൊത്തം പണിയാണ്. അതുകൊണ്ട് സാരിയുടെ ഏരിയ മാത്രം സ്കിപ്പ് ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുന്നത്. താഴെ ഇരിക്കുന്ന സാരിയൊക്കെ പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരു പായ വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ അത് നീറ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം റാക്കിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഏരിയ ക്ലീനായി. ഇനി കുറച്ച് താഴെ ഇരിക്കുന്നുണ്ട് സാരി, അത് കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സാരിയുടെ മുക്കാൽ ഭാഗവും അമ്മയുടെ അടുത്ത് നമ്മൾ അടിച്ചു മാറ്റിയതാണ്. അത് വേറൊരു സത്യം, അതിനോട് പറയേണ്ട ആവശ്യമില്ല. അമ്മയുടെ എല്ലാം നമുക്കുള്ളതാണല്ലോ, അങ്ങനെയാണല്ലോ. ഇത് അമ്മ വിഷുവിന് വാങ്ങിച്ചു തന്നതാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം, സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ അത് വേണം നമുക്ക് ഇടാനായിട്ട്. പിന്നെ ഇത് ഇട്ടത് ഉണ്ടാവും, അതായത് ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഇട്ടത് അത് നമ്മൾ ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ അവർ സെറ്റായിട്ട് അങ്ങോട്ട് ഹാങ് ചെയ്തിട്ടാൽ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ 2-3 തവണ ഇട്ടിട്ട് അങ്ങനെ ഒത്തിരി വിയർപ്പ്, അതായത് പോയിട്ട് വരുമ്പോൾ നമ്മൾ പുറത്ത് അഴയിലിട്ട് വെയിൽ കുറച്ച് ലൈറ്റായിട്ട് വെയിലും കാറ്റൊക്കെ കൊണ്ടിട്ടാണല്ലോ തിരിച്ചെടുത്ത് വയ്ക്കുക. അതുകൊണ്ട് വിയർപ്പിൻ്റെ അത് ബുദ്ധിമുട്ടില്ല. ബാക്കി എല്ലാം ഞാൻ ഫോൾഡ് ചെയ്ത് ഹാങ് ചെയ്തിടുവാണ്. ഇട്ടതാണ് കേട്ടോ ആ ഫോൾഡ് ചെയ്ത് ഹാങ്ങറിലിടുന്നത്. പിന്നെ എന്താണ് നിങ്ങളുടെ അവിടെയൊക്കെ വേനലാണോ? നല്ല എങ്ങനെയുണ്ട് ചൂടിൻ്റെ കാഠിന്യം? ഇവിടെ ഇത് അടിമാലിയാണ്. ഇവിടെ കുറച്ച് കുഴപ്പമില്ല, ചൂടാണ്, പക്ഷേ കുഴപ്പമില്ല. എറണാകുളത്തിൻ്റെ അത്രയല്ല എന്തായാലും. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനോ കിടക്കാനോ നടക്കാനോ, മുഖം കഴുകിയാലും ചൂടുവെള്ളം, കുളിച്ചാലും ചൂടുവെള്ളം, ഒരു കാര്യമില്ല, കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ താഴോട്ടുള്ള റാക്കുകൾ ഞാൻ നീറ്റാക്കി. ആ ഇരിക്കുന്നത് ബ്ലൗസാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു കവർ അഡിക്റ്റാണ്. എന്ത് കവർ കിട്ടിയാലും അത് അവരുടെ ഒരു രീതിയായിപ്പോയി. കവറ്, പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. എന്തിനാണ് ആവശ്യം വരും ശരിക്കും പറഞ്ഞാൽ, പക്ഷേ തലമാരിക്കകത്ത് കൊണ്ടുവയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല തീരെ. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്ന മറ്റേ ഒരു ദിവസം കാണിച്ചില്ലേ, കുഞ്ഞുങ്ങളുടെ ക്യൂട്ട് ഗിഫ്റ്റുകളാണ്. കുറച്ച് അലമാരിക്കകത്തായിരുന്നു, കുറച്ച് സ്കൂളിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതും അമ്മ വിഷുക്കോടി തന്നതാണ്. ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. ഇത് തയ്ക്കണം, സമയമായില്ല. സ്റ്റിച്ചിങ് ചാർജ് ഭയങ്കരമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ എണ്ണ വാങ്ങിയപ്പോൾ കിട്ടിയ വിഷുക്കൈ നീട്ടാണ്. അത് നമ്മൾ സേഫായി ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് മാത്തക്കുട്ടൻ്റെ ആണ് കേട്ടോ. മാത്തക്കുട്ടൻ ഇട്ടതാണ്. അതും ഇട്ടതൊക്കെ ആ ഒരു ഏരിയയിൽ, ആ ഒരു ഷെൽഫിൻ്റെ ആ ഒരു പോർഷനിൽ മാത്രം വെച്ചു. ഏകദേശം ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് സെൽഫി ആവാമെന്ന് വിചാരിച്ച് കുറച്ച് സെൽഫി എടുത്തു. പിന്നെ ഇവിടെ ഒരു റാക്കുണ്ട്. ഇത് മാത്തക്കുട്ടൻ്റെയാണ്. മാത്തക്കുട്ടൻ്റെ റാക്ക് മാത്തക്കുട്ടനെ പോലെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അവൻ നമ്മൾ ഡ്രസ്സ് അറേഞ്ച്ഡ് അല്ലെന്നുണ്ടെങ്കിൽ അവൻ നമ്മളോട് പറയാം, അമ്മ ഡ്രസ്സ് താഴെ പോയി നേരെയല്ല ഇരിക്കുന്നത്. ചില കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. ഇവിടെ